കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കുന്നത് നീണ്ടേക്കും. വൈദ്യസഹായമില്ലാതെ പ്രസവിച്ചത് മൂലമുണ്ടായ അണുബാധയെ തുടർന്ന് യുവതിയെ സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചേതൻ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി നോക്കാം ഈ കേസിന്റെ തുടർച്ചയിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ് ചേതൻ, നമ്മളെ ഏറെ ഞെട്ടിച്ച, ഏറെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയായിരുന്നു പനമ്പിള്ളി നഗറിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. ഇത് വളരെ വേഗത്തിൽ അതിൽ പ്രതിയെ പിടിക്കാൻ പറ്റി. പിന്നീട് അതിൻ്റെ വാർത്തകളൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് മാനസിക വിഷമങ്ങളുണ്ടായി. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, അതായത് അതിജീവിതയാണ് ഈ യുവതി. അപ്പോൾ സ്വാഭാവികമായും ആരിൽ നിന്നാണ് അവർക്ക് ഈ ഉപദ്രവം ഏൽക്കേണ്ടി വന്നത് എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷേ അവരുടെ ആരോഗ്യസ്ഥിതി ശരിയായാൽ മാത്രമാണ് അത്തരമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ. യുവതിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും മോശമായി തന്നെ തുടരുകയാണോ? എന്താണ് സാഹചര്യം? പോലീസ് വിശദമാക്കുന്നത് എന്താണ്? മനു, ഈ കൊച്ചി പനമ്പള്ളി നഗറിൽ ഈ ഫ്ലാറ്റിലുണ്ടായ ഈ നവജാത ശിശുവിൻ്റെ കൊലപാതകത്തിൽ ഈ പ്രതിയായ ഈ അമ്മയുടെ മൊഴിയെടുക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴിയെടുക്കുന്നത് നീണ്ടുപോകും എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതിയ വിവരം. കാരണം ഈ പ്രസവാനന്തരത്തെ തുടർന്ന് അവർക്ക് ഈ അണുബാധ ഏറ്റിട്ടുണ്ട്. ഇത് അവർ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ICUവിൽ ചികിത്സയിലാണ്. നമുക്കറിയാം, പരസഹായമില്ലാതെയാണ് അവർ ഈ കൃത്യം നിർവഹിച്ചത്. അതായത് സ്വയം പ്രസവിക്കുകയായിരുന്നു, മറ്റാരുടെയും സഹായം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും അണുബാധ ഏറ്റിട്ടുണ്ട്. ആദ്യം പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സക്കായി സ്വകാര്യ ആശുപത്രിയിൽ റഫർ ചെയ്യുകയായിരുന്നു. ഏതായാലും ഈ പ്രതിയുടെ പ്രാഥമിക മൊഴിയെടുപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പ്രകാരം താൻ ഒറ്റക്കാണ് ഈ കൊലപാതകം നിർവഹിച്ചത്. തനിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ താൻ ഗർഭിണിയാണെന്നുള്ള വിവരം ഒപ്പം താമസിക്കുന്ന മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. തൻ്റെ ആൺസുഹൃത്തിൽ നിന്നാണ് തനിക്ക് ഇത്തരം ഒരു മോശം അനുഭവത്തെ തുടർന്ന് താൻ ഗർഭിണിയാവുന്നത്. പക്ഷേ നമുക്ക് അറിയാം, ഈ കേസ് പുറത്തു വന്നതോടുകൂടി ഈ ആൺസുഹൃത്തിനെ പോലീസ് ട്രേസ് ചെയ്തിരുന്നു, കൃത്യമായി അയാളെ കണ്ടെത്തിയിരുന്നു. പക്ഷേ നിലവിൽ അവർ ഇപ്പോൾ ഈ അതിജീവിത, അതായത് ഈ പ്രതി അനുഭവിക്കുന്ന ഈ മെൻ്റൽ ട്രോമയൊക്കെ കാരണം കൂടുതൽ ഡീറ്റെയിലായി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല. ഏതായാലും ഈ അതിജീവിതയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടാതെ ഇന്നലെ ഈ അറസ്റ്റ് നടന്ന ഉടനെ തന്നെ പ്രതിയുടെ ഈ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഈ ആരോഗ്യാവസ്ഥ കാരണം ഈ മോശമായ ആരോഗ്യാവസ്ഥ കാരണം അവർക്ക് ആശുപത്രിയിൽ പോകാൻ സാധിച്ചിരുന്നില്ല. ആയതിനാൽ വനിതാ മജിസ്ട്രേറ്റ് നേരിട്ട് ആശുപത്രിയിലെത്തി അവരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. കൂടാതെ ഇനി വരും ദിവസങ്ങളിൽ ഈ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചായിരിക്കും പോലീസിൻ്റെ അന്വേഷണം നീങ്ങുക. നിലവിൽ ഈ പ്രാഥമിക മൊഴിയെടുപ്പിൽ ഈ ആൺസുഹൃത്തിനെതിരെ ഈ ലൈംഗിക പീഡനത്തിന് കുറ്റം ഈ മൊഴി നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രാഥമികമായ വിവരം. വരും ദിവസങ്ങളിൽ ചിത്രം കൂടുതൽ വ്യക്തമാവുന്നതായിരിക്കും മനു. ഓക്കെ, ശരി, നമുക്ക് നോക്കാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്. ഈ ആൺസുഹൃത്താണ് ഇനിയിപ്പോൾ നിർണായകമാകാൻ വേണ്ടി പോകുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഈ പെൺകുട്ടി, യുവതി, അയാൾക്കെതിരെ പരാതി നൽകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി ശരിയായതിനു ശേഷം മാത്രമേ അത്തരമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്കറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ. വിവരങ്ങളാണ് ചേതൻ കൊച്ചിയിൽ നിന്ന് നൽകിയത്.